പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ദിനം കൂടി തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഡിസംബർ മാസത്തിന്റെ 30-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ കർത്താവേ, ഒരുപാട് നല്ല അനുഭവങ്ങൾ കർത്താവെ അങ്ങ് എനിക്ക് നൽകി. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇടപെടലുകൾ മനസ്സിലാക്കാത്ത ഒരുപാട് സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവെ, അവിടെയൊക്കെ അങ്ങ് എനിക്കായിട്ട് ഒരുക്കി വെച്ച ഒരുപാട് കൃപകൾ ഉണ്ടായിരുന്നു. ഈശോയെ, അതെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ ദിനം അങ്ങയുടെ ആ കൃപകളെ ഓർത്ത് ധ്യാനിക്കാൻ കർത്താവെ, എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങ് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് തിരിച്ചറിവിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിന്റെ ഈ 30-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ക്രിസ്മസ് ടൈഡിൽ നമ്മളായിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഇന്നും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ നിന്നും കടന്നുപോയിട്ടില്ല. ആ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ആഘോഷങ്ങൾ, ശബ്ദങ്ങൾ, അതുപോലെ തിരക്കുകൾ നിറഞ്ഞ ജീവിതം. ഇതിനിടയിൽ ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തില് നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ ആ ജനനത്തെ കുറിച്ചുള്ള ഇടയന്മാർക്ക് ലഭിച്ച ആ അറിയിപ്പ്. അതിനുശേഷം ഇടയന്മാരൊക്കെ ഒരുപാട് സന്തോഷത്തോടുകൂടെ രക്ഷകനെ കാണാൻ, ഈശോയെ കാണാനായിട്ട് എത്തുകയാണ്. അവരെല്ലാം ആശ്ചര്യത്തോട് കാണുന്നു. പരിശുദ്ധ അമ്മ ഇതെല്ലാം സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മ സംഭവങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചു എന്നാണ് വചനം പറയുന്നത്. അവൾ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ചെയ്ത കാര്യം എന്താണ്? ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുക. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ഒരു ലോകമാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസം പോലും ഇതിനെയൊക്കെ ആധാരമായിട്ട് പല സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുത്തി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല, എന്റെ പഠനത്തിൽ എനിക്ക് വിജയം ലഭിച്ചില്ല, ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കിട്ടില്ല, എന്റെ ജോലിയിൽ അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിൽ എനിക്ക് വിജയം കിട്ടിയില്ല, ആകെ പരാജയമാണ്, അതുകൊണ്ട് ഞാൻ ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുള്ള ലോകത്തിൽ ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു, പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുക. അമ്മയ്ക്കെല്ലാം ഒന്നും മനസ്സിലായില്ല. പരിശുദ്ധ അമ്മയാണ് ദൈവദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ദൈവപുത്രൻ ജന്മം നൽകുമെന്ന പറഞ്ഞ കാര്യം പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി ഒരു മനുഷ്യനെന്ന നിലയിൽ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വീണ്ടും കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ ജനിക്കുന്നു. അതുപോലെ ഇടയന്മാരുടെ സന്ദർശനം, ഒരുപാട് കാര്യങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ കടന്നുപോയി. അമ്മ ഇതെല്ലാം ശാന്തതയിൽ ധ്യാനപൂർവം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് പരിശ്രമിച്ചു. ഇന്ന് തിരുസഭ നമ്മോടും ആവശ്യപ്പെടുന്നത്, പ്രിയമുള്ളവരെ, അമ്മയിലേക്ക് നോക്കുക. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളുണ്ട്. ദൈവം ഇടപെടുമ്പോൾ ദൈവം അതെല്ലാം കൃപയാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി, ഒരു വിശ്വാസത്തിലുള്ള ആഴപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ആഘോഷങ്ങളിൽ, അതുപോലെ ശബ്ദകോലാഹലങ്ങളിൽ ഒന്നും പലപ്പോഴും ദൈവത്തിന്റെ തിരുഹിതം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് ക്രിസ്മസ് പോലും ഒരു സാമൂഹികമായിട്ടുള്ള ആഘോഷമായിട്ട്, സോഷ്യൽ സെലിബ്രേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനിടയില് ഉണ്ണീശോ, ദൈവമായ കർത്താവ് എന്തിനു വേണ്ടി ലോകത്തിൽ ജനിച്ചുവെന്ന്, എനിക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് ജനിച്ചത്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, എന്നിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായ തിരികെ നൽകാൻ അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചു, എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റാൻ വേണ്ടി, മകളാക്കി മാറ്റാൻ വേണ്ടി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആ മനുഷ്യാവതാരത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് ധ്യാനിക്കാൻ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ വർഷത്തിന്റെ അവസാനങ്ങളിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ചും ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ, പ്രത്യാശയുടെ തീർത്ഥാടകരായി പുൽക്കൂട് അവിടെ ഈശോയെ സന്ദർശിച്ച് നമ്മൾ ക്രിസ്മസോടുകൂടി അത് അവസാനിപ്പിക്കേണ്ടതല്ല. ഈ ക്രിസ്മസ് കാലഘട്ടം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള വലിയ അനുഭവത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഈശോ നമ്മോടുകൂടി ഉണ്ടാകണം. അതൊരു അനുഭവമായിട്ട് മാറണം, ഒരു ആവേശമായിട്ടോ അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ടോ മാറേണ്ടതില്ല. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയണം, ദൈവം എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു, എന്നോട് കൂടെ നടക്കാൻ, എന്നെ കരം പിടിച്ച് നടത്താൻ, എന്നെ രക്ഷിക്കാൻ, എനിക്ക് ജീവൻ നൽകാൻ, എന്നെ കർത്താവ് തലയുയർത്തി നടക്കാൻ, ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചു. ഇതൊക്കെ പ്രിയമുള്ളവരെ ധ്യാനിക്കേണ്ട ദിനങ്ങളാണ്.
പരിശുദ്ധാമ്മ ഇതൊക്കെയാണ് ധ്യാനിച്ചത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. ഈ 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി നമുക്കും പരിശുദ്ധാമ്മയോട് കൂടെ ഇരുന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ട വചനങ്ങള്, കേട്ട കാര്യങ്ങള് ധ്യാനിച്ച് ആഴങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തില് സംഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയ ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കുഴങ്ങുമ്പോഴൊക്കെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവം നമുക്കതെല്ലാം നന്മയാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ കൂടെ നടന്ന ദൈവമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇതാണ് ക്രിസ്മസിന്റെ ആഘോഷം. പരിശുദ്ധാമ്മയെ ചിന്തിച്ചതാണ്, ദീദാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ അമ്മയുടെ വാക്കുകൾ അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തു. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം അങ്ങ് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയില്ലാത്ത സമയങ്ങളൊക്കെ ഒരുപാട് അസ്വസ്ഥതകളുടെ, തകർച്ചകളുടെ, പരാജയത്തിന്റെ ബലമില്ലാത്ത അവസ്ഥകളാണ് തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത പലതും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അമ്മയെപ്പോലെ ആഴമായി ധ്യാനിക്കാൻ, ദൈവഹിതത്തിന് കാതോർക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.